ഹലോ, എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കുന്നു. ഞാൻ ഇന്നൊരു പരീക്ഷണമാണ് കേട്ടോ ചെയ്യണേ. ചോളപ്പൊടി കൊണ്ട് അട ഉണ്ടാക്കാമെന്ന് വെച്ചു. എൻ്റെ പരീക്ഷണങ്ങൾക്ക് എല്ലാം നിൽക്കുന്നത് ഏട്ടൻ ഉണ്ണിയാണ്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ചോളപ്പൊടി എടുത്തിട്ടുണ്ട്, അതിൽ കുറച്ച് അരിപ്പൊടി എടുത്തിട്ടുണ്ട്, ഉപ്പിട്ടുണ്ട്. ഇനി ഇത് കുഴയ്ക്കണം. അത് നമ്മൾ കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇവിടെ നാളികേരവും ശർക്കര ചീകിയതും ജീരകം കൂടിയിട്ട് മിക്സാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സാധാരണ അട ഉണ്ടാക്കണ പോലെ ഇലയിൽ പെടുത്തിയിട്ട് ആവിയിൽ വേവിക്കാം. അപ്പോൾ നമുക്ക് ഇലയിൽ ഇങ്ങനെ പരത്താം. എന്നെപ്പോലെ ഇങ്ങനെ പരീക്ഷണം ചെയ്യുന്നത് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത്, അതുപോലെ തന്നെ ചോളം കൊണ്ട് അട ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോസിന് ആരും കമൻറ്റൊന്നും ഇടുന്നത് ഞാൻ കണ്ടിട്ടില്ല. കാരണം ചിലപ്പോൾ എൻ്റെ വീഡിയോസ് ചിലപ്പോൾ ഇഷ്ടപ്പെടാണ്ടാവും. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം, അതൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ചോളം കൊണ്ട് അട ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് കമൻറ്റ് ഇട്ടിട്ടോളൂ. പിന്നെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഒന്ന് അഭിപ്രായം പറഞ്ഞോളൂ. അപ്പോൾ നമുക്ക് അടയ്ക്കുള്ളത് പരത്തിയിട്ട് അടപ്പത്തേക്ക് വയ്ക്കാം. പരത്തി നമ്മുടെ ഈ ഇഡ്ഡലി ചെമ്പിലോട്ട് വെക്കുകയാണ്. ഇനി ഇത് വേവിച്ച് എടുക്കാം. നമ്മുടെ അട വെന്തൂട്ടാ. ഞാനിതിൽ ഈ വീഡിയോയിൽ നാളികേരം വെച്ചിട്ട് മടക്കണത് കാണിച്ചിട്ടില്ല. സ്വാഭാവികമായിട്ട് ഇപ്പോൾ എല്ലാവർക്കും അറിയാലോ അട ഉണ്ടാക്കുമ്പോൾ നാളികേരം വെച്ച് മടക്കണമെന്ന്. അപ്പം നമ്മുടെ അടയൊക്കെ വെന്തിട്ടുണ്ട്. ഏട്ടൻ വന്നിട്ട് ഏട്ടനെ കൊടുത്തിട്ട് എന്താ അഭിപ്രായം എന്ന് നമുക്ക് നോക്കാം. അയ്യോ, ഇപ്പോഴത് റെക്കോർഡായിരുന്നു. പറയട്ടെ, അട എങ്ങനെയുണ്ടെന്ന് പറയും. ശരിക്കും നന്നായിട്ടുണ്ടാ? മധുരില്ല. നിങ്ങൾക്ക് ഷുഗർ കട്ടല്ലേ, മധുരം കുറച്ച് മതി.